ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കതിനൊന്നും അവിടെ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഗിലെയാദ് സ്റ്റേജിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളെയും അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകാനിടയാതെ ഏറ്റവും അനുഗ്രഹപ്രദമായി ഇവയൊക്കെയും കർത്താവെ റെക്കോർഡ് ചെയ്യുവാനും സംപ്രേഷണം ചെയ്യാനും സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന മക്കളെ ഇതിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കണം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അങ്ങേരുമായിക്കൊണ്ട് ഇന്നത്തെ മഹത്വമുള്ള ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ഗിലെയാദ് സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്. ഗിലെയാദ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സെമി ഫൈനൽസാണ്. റൈറ്റ്? ആർ യു ഓൾ പ്രിപ്പയർഡ്? റൈറ്റ്. നമ്മുടേതായിട്ടുള്ള മത്സരത്തിൻ്റെ ഘടന ഏതാണ്ട് ഒരുപോലെയാണ്. 5ാമത്തെ റൗണ്ടിന് മാത്രമേ മാറ്റമുള്ളൂ. ബാക്കിയുള്ള റൗണ്ട്സൊക്കെ പഴയതുപോലെ തന്നെ ഉള്ള ഘടനയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1ാമത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം 5 മാർക്ക്. ശരിയായ ഉത്തരത്തിന് -1 മാർക്ക്. തെറ്റായ ഉത്തരത്തിന് ഉത്തരം പറയുന്നില്ല എങ്കിൽ മാർക്കൊന്നുമില്ല. റൈറ്റ്? സോ ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ജിൻസി ജെവി. 2ാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അതും ഇതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ചോദ്യമാണുള്ളത്. ബീന ജോസഫിൽ നിന്ന് ആരംഭിക്കും. ഓൾറൈറ്റ്. 3rd റൗണ്ട് ഈസ് എ ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്. ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ബ്ലസി സേവന. ഓൾറൈറ്റ്. 3 questions, 1 each. ദ ബൈബിൾ ബമ്പർ റൗണ്ട് റിമെയിൻസ് ദ സെയിം. 5 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിന് 2 മാർക്ക്. ബസർ റൗണ്ടാണ്. ജനറൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് യുവർ ക്വസ്റ്റ്യൻ റൗണ്ട്. ഹിയർ യു ക്യാൻ ആസ്ക് മെനി ക്വസ്റ്റ്യൻസ്. 3 questions each, which would help us to enlarge our work for the Lord. നമ്മൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ എങ്ങനെ നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ അവയൊക്കെയും ഏത് തരത്തിലാണ് നമുക്ക് വിപുലീകരിക്കാവുന്നത്, വലുതാക്കാവുന്നത്. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. ദർശനങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ അതിലധിഷ്ഠിതമായ ചോദ്യമാണ്. അല്ലാതെ ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്യം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായിട്ടൊരു ചോദ്യം ചോദിക്കാനോ അല്ല. പൊതുവായിട്ടുള്ള ചോദ്യമാണ്. കാരണം കഴിഞ്ഞ 7 സ്റ്റേജുകളിൽ നാം ഒരുമിച്ച് സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ നിങ്ങളോടാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള സാവകാശം ഇല്ലായിരുന്നു. അപ്പോൾ 8ാമത്തെ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ഇതാണ് അവസാനത്തെ സ്റ്റേജാണ്. ഫൈനൽസിൽ 3 പേരെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 112 പേരിൽ നിന്ന് വന്നിരിക്കുന്ന 6 പേരാണ് നമ്മുടെ സെമി ഫൈനൽ ഗിലെയാദ് സ്റ്റേജിലുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ പ്രത്യേകമായ എപ്പിസോഡിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിക്കുകയാണ്. ഓൾറൈറ്റ്. 3 ചോദ്യങ്ങൾ വീതം 5 മാർക്ക് നിങ്ങളുടെ ചോദ്യത്തിൻ്റേതായ പ്രസൻറ്റേഷൻ ഉണ്ടാവും. സോ അടുത്തതായിട്ട് ഈ 5 റൗണ്ടുകളിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മേ ബി ഐ ഹാവ് ടു യൂസ് ദ ബൈബിൾ ബോംബ്. റൈറ്റ്? കാരണം നമുക്ക് ഫൈനൽസിലേക്ക് ഒരു വിജയിയെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ മതിയാവും. അതുകൊണ്ട് തയ്യാറാണല്ലോ? സോ യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ഓഡിയൻസ് നൗ. യെസ് ജിൻസി. എൻ്റെ പേര് ജിൻസി എന്നാണ്. ഞാൻ വരുന്നത് പാറശാലയ്ക്കടുത്തുള്ള ആറയൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാനിപ്പോൾ PhD കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മകളുമുണ്ട്. ഈ സെമി ഫൈനൽ വരെ എത്തുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതിനുള്ള അവസരം തന്ന ഈ മിനിസ്ട്രിയെ ദൈവം ഇനിയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തും.
യെസ് ബ്ലസ്സി. എൻ്റെ പേര് ബ്ലെസ്സി സിയോണ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. CET BTech സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇവിടം വരെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. യെസ്. എൻ്റെ പേര് ബീന ജോസഫ്. ഞാൻ തിരുവനന്തപുരം ചെറിയുണ്ണി സ്വദേശിയാണ്. വിളപ്പിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ മെമ്പറാണ്. വീട്ടിൽ ഹസ്ബൻഡും 2 മക്കളുണ്ട്. എനിക്കും ഈ സ്റ്റേജ് വരെ എത്താൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കും. അടുത്തതായിട്ട് നമ്മുടെ സ്കോർ കീപ്പേഴ്സ് കം ജഡ്ജസ് ആണ്. ഇന്നത്തെ നമ്മുടെ സ്കോർ കീപ്പർ കഴിഞ്ഞ സ്റ്റേജിലൊക്കെ നമ്മുടെ ഉണ്ടായിരുന്ന എൻ്റെ പ്രിയ പത്നി പ്രിയപ്പെട്ട രാജീവ് വർഗീസാണ്. ഈ ശുശ്രൂഷയുടെ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് രാജയെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഐ ഹാവ് ഗ്രേറ്റ് പ്ലഷർ ഇൻ ഇൻവൈറ്റിംഗ് ആൻഡ് വെൽക്കമിങ് ലീന ടു ദിസ് എപ്പിസോഡ്. ലീന ചെറുപ്പം മുതൽ ഈ ശുശ്രൂഷയിൽ വളർന്നാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഹസ്ബൻഡ് റീസായും ഒത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ലീനയുടെ പിതാവ് ഈ ശുശ്രൂഷയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു, എന്നോടൊപ്പം പ്രവർത്തിച്ചു. അദ്ദേഹം ഇപ്പോഴുമുണ്ട്. അദ്ദേഹം ദുബായിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിലെ പ്രവർത്തിക്കാൻ തക്കവണ്ണം മിസ്റ്റർ റീസായും ഒത്ത് വന്നിരിക്കുന്നു. ലീന ഞാൻ കർത്തൃനാമത്തിൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പ്രേക്ഷകരായ നിങ്ങളെല്ലാവരുമാണ്. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഇത് വീക്ഷിക്കുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതലായി കർത്താവിനെ രുചിച്ചറിയുവാനും അനേകർക്ക് കർത്താവിനെ ചൂണ്ടിക്കാണിക്കുവാനും ദൈവവചനത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ഈ എളിയ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. Shall we begin? Ready? So the first question goes to Jinsi JV. വളരെ എളുപ്പമായൊരു ചോദ്യമാണ്, വിഷമിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് വെരി ഈസി. യോവാബ് അബ്ശാലോമിനെ എങ്ങനെയാണ് കൊന്നത്? വാളുകൊണ്ട് കുത്തിക്കൊന്നു. -1 mark for Jinsi. Yes, Blessy Zana. കുന്തം കൊണ്ട് എറിഞ്ഞു. കുന്തം കൊണ്ട് എറിഞ്ഞു. ആരെ എറിഞ്ഞു? അബ്ശലോമിനെ യോവാബ് എറിഞ്ഞു. എന്തുകൊണ്ട് എറിഞ്ഞു? കുന്തം കൊണ്ട്. -1 mark for Blessy Zana. ബീന ജോസഫ്. കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ആണോ? അത്രേ ഉള്ളൂ. പിന്നെ 10 പേരാൽ അടിച്ചു കൊല്ലപ്പെട്ടു. എത്ര കുന്തം എടുത്ത് ഉപയോഗിച്ചു? ഒരു കുന്തം കൊണ്ടേ കുത്തിയുള്ളൂ. ഒരു കുന്തം എടുത്ത് കുത്തി, ബാക്കി 10 പേര് അടിച്ചു, ഇല്ലയോ? ഒരു കുന്തം കുത്തി എന്ന് പറയുമ്പോൾ തന്നെ -, മാർക്കായി. എത്ര കുന്തമാണ് ജിൻസി? 3. എന്താ പറയാൻ? 3 കുന്തം കൊണ്ട് കുത്തി ഇറക്കി. എന്നിട്ട് അവൻ്റെ അംഗരക്ഷരെ വിളിച്ച് 10 പേരടിച്ചു കൊന്നു. കുന്തം കൊണ്ട് കുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണോ? What should I do? Judges? These are qualified for -1, Blessy and Jinsi. പിന്നെ അങ്ങേപ്പുറത്ത് ചെന്നപ്പം ഈ തെറ്റ് വീണ്ടും ആവർത്തിച്ചു. കുന്തം കൊണ്ട് കുത്തിയെന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ 10 പേര് അടിച്ചു കൊന്നെന്നും പറഞ്ഞു. കുന്തം കൊണ്ട് കുത്തിയല്ല, 3 കുന്തം നെഞ്ചത്ത് കുത്തിയിറക്കി എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. 10 പേര് അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് 1 മാർക്ക് കൊടുത്തേക്കാം. ഓൾറൈറ്റ്, 1 mark for Bina. The real answer is 3 കുന്തം കുത്തിയിറക്കി. എന്നിട്ട് അതിന് അംഗരക്ഷരായ 10 പേര് വന്ന് ചുറ്റും നിന്ന് അവനെ അടിച്ചു കൊന്നു മൃഗീയമായിട്ട്. ഓൾറൈറ്റ്, so Bina opens the score with 1 mark. Alright, second question to Blessy. It's an easy question for you, very easy. This is a very easy question. Anyway, 6 വർഷം യഹോവയുടെ ആലയത്തിൽ ഒളിപ്പിച്ചു വെച്ച യഹൂദ രാജാവ് ആരിൽ നിന്നാണ് ഒളിപ്പിച്ചു വെച്ചത്? യോവാശാണ് ഒളിപ്പിച്ച് വെക്കപ്പെട്ടത്. അപ്പോഴത്തെ രാജ്ഞിയായിരുന്ന അഥല്യയിൽ നിന്ന്. യെസ്, ദാറ്റ്സ് റൈറ്റ് ആൻസർ. യോവാശാണ് ഒളിപ്പിക്കപ്പെട്ട വ്യക്തി. അത് ഒളിപ്പിച്ചു വെച്ചത് അതല്യ രാജ്യത്തിൽ നിന്നാണ്. ദ ആൻസർ ഈസ് വെരി റൈറ്റ്. ബ്ലെസ്സി ഗെറ്റ്സ് 5 marks. Now the last question to Bina Joseph. മോശയും മറ്റ് പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ത്? ദൈവത്തെ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെയുള്ള ഒരു പ്രവാചകൻ ഇസ്രായേലിൽ മുമ്പേ ഉണ്ടായിട്ടില്ല. Correct, the right answer. So you get 5 marks for that, Bina Joseph. So will you please give me the score? Right. Mrs. Jinsi JV gets -1.
Blessed Ziona 4 and Bina Joseph 6 marks. So the next round is the New Testament round. Bina Joseph has to answer me. The first question. വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ എത്ര സ്ത്രീകൾ അവർ ആരെല്ലാം? 5 സ്ത്രീകളെ കുറിച്ച് 5 സ്ത്രീകളുണ്ട്. അവരാരെല്ലാം? താമാർ, രാഹാബ്, ബത്ശേബ, രൂത്ത്, മറിയ. വെരി കറക്റ്റ്. 5 marks for Bina Joseph. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്ലസ്സിയാണ്. പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ യേശു നല്ല സാക്ഷ്യം നൽകിയെന്ന് ആരോട് പറയുന്നു? പാസ്. യെസ് ജിൻസി. പാസ്. യെസ് ബീന. പാസ്. പാസ്. പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നു. 1 തീമോത്തിയോസ് 6:13. All right. So the third question to ജിൻസി വളരെ ഈസി ക്വസ്റ്റ്യനാണ്. യേശു തൻ്റെ അമ്മയോട് അവസാനമായി സംസാരിച്ചത് എവിടെ വെച്ച്, എന്താണ് സംസാരിച്ചത്? ക്രൂശിനടുത്ത് വെച്ചാണ്, ക്രൂശിനരികെ നിൽക്കുമ്പോഴാണ്, ക്രൂശിൽ കിടക്കുമ്പോഴാണ് യേശു യേശു ക്രൂശിൽ കിടക്കുമ്പോഴാണോ ഇരിക്കുമ്പോഴാണോ ഒന്ന് തീർത്തനോട് പറയൂ. ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നതാണ്. യേശു ക്രൂശിൽ കിടക്കുകയായിരുന്നു. എന്നിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് യോഹന്നാനെ നോക്കി പറയുന്നു. അതെ. അപ്പോൾ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. വെരി ഗുഡ്. 5 marks for ജിൻസി. That brings us to the end of the New Testament round, and please give the marks. Jinsy gets 5 marks. Jinsy gets 5 marks. No marks for Blessy. Blessy doesn't get any mark. And for Bina Joseph 5 again, 5 marks. So the next round is the Christian focus round, and it starts with Blessy Ziona. Right? പൗലോസായി മാറിയ ശൗലിനെ ആദ്യമായി അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? You understand the question? Ananias. Ananias, -1 mark for Blessy Ziona. Yes, Bina Joseph. ബർണബാസ്. Barnabas is the right answer. You get 4 marks for that. So the next question goes to Bina. സ്നേഹ ചുംബനത്താൽ പരസ്പരം വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. ഇത് ഏത് പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യമാണ്? പാസ്. പാസ്സാണ്. ജിൻസി പാസ്സാണ്. പാസ്സാണ്. 1 പത്രോസ്. All right. And now the last question to Jinsy. പെന്തക്കോസ് സമൂഹത്തിൻ്റെ ആദ്യത്തെ ജനറൽ കൺവെൻഷൻ ആരംഭിച്ചത് ആരാണ്? ജോൺ. -1 mark for John. Next is Blessy. Pass. Pass. And Bina? പാസ്. Pastor K. Abraham. ഇപ്പോഴത് കുമ്പനാട് കൺവെൻഷനായിട്ട് അറിയപ്പെടുന്നു. ഹെബ്രോണിൽ നടക്കുന്നു. Right? What can I do? One of the easiest questions. Right. So, will you please give me the scorecard for Christian focus round? Jinsy JV -1. Jinsy JV -1. Blessed Ziona -1. Blessy Ziona -1. Bina Joseph 4. Bina Joseph 4. Right. So now we come to the Bible bumper round. ചങ്ങലയാൽ ബന്ധിതനായി റോമിലെത്തിയ പൗലോസിനെ ആശ്വസിപ്പിച്ച സ്നേഹിതൻ ആരായിരുന്നു? അതിനെക്കുറിച്ചൊക്കെ മറുപടിയില്ല. It was Onesiphorus. Second question. ബൈബിളിൽ ഏറ്റവും അധികം പ്രതിപാദിച്ചിരിക്കുന്ന വാദ്യോപകരണം ഏത്? യെസ് ബ്ലസീസാണ്. Harp. Harp. So you get 2 marks for that. Blessisana.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി? മോശ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമേത്? യെസ് ജിൻസി. നദിയിലെ ജലം വ്യക്തമാക്കി. ഇല്ല. റൈറ്റ് ബീന, ടെൽ മീ. വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. She gave me 1 mark. Second question. Jinsi, -1 for Jinsi. Right. Next question. ഫറവോന്റെ കൽപ്പന അനുസരിക്കാതെ ജനിക്കുന്ന ഇസ്രായേൽ മക്കളിലെ ആൺകുഞ്ഞുങ്ങളെ രക്ഷിച്ച സൂതീകർമ്മിണികൾ ആര്? യെസ് ജിൻസി. ക്ഷിപ്രയും പൂവയും. 2 marks for Jinsi. And the last question. മോശയ്ക്കെതിരായി സംസാരിച്ചതിന് ആദ്യമായി ശിക്ഷിക്കപ്പെട്ട സ്ത്രീ ആര്? മിരിയാം. 2 marks for Jinsi. Right? That brings us to the close of the Bible bumper round. Will you please give the marks? Yeah. So Jinsi gets 3 marks. Jinsi gets 3 marks. Blessy gets 2 marks. Blessy gets 2 marks. And Beena at 1 mark. And Beena gets 1 mark. So we come to the your question round. നിങ്ങളുടെ ചോദ്യങ്ങളാണ് 3 ചോദ്യം. യെസ്, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാനും തയ്യാറാവുകയാണ്. ആദ്യത്തെ ചാൻസ് ജിൻസി ജെവിക്കാണ്. യെസ്, യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സാർ, ഈ മിനിസ്ട്രി തുടങ്ങുമ്പോൾ സാറിൻ്റെ ജോലി നഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ പലതും നഷ്ടപ്പെട്ടാണ് വിദേശത്ത് നിന്ന് ഇവിടെ വന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷ തുടങ്ങുവാൻ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ശുശ്രൂഷ തുടങ്ങുവാൻ ഇടയായത്? സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒന്നേ ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ സാറിന് എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്? അതുപോലെ ഇത്തരത്തിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നതിന് ഒരു മറുപടിയും കൂടെ. അതെ, ആത്മീയ യാത്രയെന്ന് പറയുന്നത് കാറ്റുകളും കൊടുങ്കാറ്റുള്ളൊരു യാത്രയാണ്. നാം പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആത്മീയ പാതയെന്ന് പറയുന്നത് വളരെ സുഗമമായ പച്ചപ്പരവതാനി വിരിച്ചൊരു പാതയാണെന്നാണ്. ഇല്ല, അവിടെ കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, അവിടെ വേദനയുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്, അവഗണനയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നാം നന്നായിട്ട് പോകുന്ന ഒരു മിനിസ്ട്രി ആവും. ഏറ്റവും മനോഹരമായി വളരെയധികം വളർന്ന് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്. ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഭയപ്പെട്ടു പോകും. എല്ലാം നഷ്ടപ്പെട്ടു, സ്നേഹിതർ നഷ്ടപ്പെട്ടു, കൂടെയുള്ളവർ കാലുവാരി, അങ്ങനെ എല്ലാ രീതികളിലും സ്നേഹിച്ചവരൊക്കെയും അകന്നു പോകുന്നു, വീട്ടുകാരകന്നു പോകുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ അത്യുന്നതനായ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഉടനെ ദൈവം ഇറങ്ങുമ്പോൾ നമ്മളെ രക്ഷിക്കുകയില്ല. ദൈവം പ്രവർത്തിക്കുന്നവരെയും ദൈവത്തിൻ്റെ വാഗ്ദത്തം അനുസരിച്ച് കാത്തിരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങളെ പഠിത്തം നഷ്ടപ്പെട്ടു, 25 വർഷമായിരുന്ന രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു, സ്നേഹിതരെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെയും ഓടിപ്പോയി. കർത്താവിൻ്റെ അവസ്ഥയിൽ കുറച്ചൊരു ചെറിയ കൂട്ടം മാത്രമേ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെയും ഇതിൻ്റെ മാതൃ ശുശ്രൂഷ എന്നെ പുറന്തള്ളി. അപ്പോൾ അവിടെയൊക്കെയും അത്യുന്നതനായ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട്, ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട്, ദൈവം ദോഷമായിട്ട് ഒരിക്കലും ഒന്നും ചെയ്യുകയില്ല. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ നന്മയ്ക്കായിട്ടാണ്. അന്ന് മുന്നിൽ ശൂന്യതയാണ്, വേറെ ഒന്നുമില്ല. വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ വിശാലമായിട്ട്, ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു ശുശ്രൂഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കാത്തിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദൈവം ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ 100 അല്ല 1000 ഇരട്ടി മടക്കി തരുന്നത്. അതൊരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇതൊരു അനുഭവമാണ്. കാരണം അനേകം ദൈവത്തിൻ്റെ ദാസന്മാർ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവരൊക്കെയും സമാനമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ അവരൊറ്റപ്പെടും, എല്ലാവരും തഴഞ്ഞുകളെയും, അവഗണിക്കും, അപമാനിക്കപ്പെടും. പക്ഷെ അവിടെയൊക്കെയും ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവം തക്ക സമയം നമ്മെ ഉയർത്തുന്നത്. എൻ്റെ അനുഭവമാണ്. അന്ന് ഒരു ബൈബിള് പ്രസിദ്ധീകരിച്ചതിനാണ് ഇതെല്ലാം സംഭവിച്ചത്, വിശുദ്ധ സത്യവേദ പുസ്തകം. പക്ഷേ അതൊരു ശുശ്രൂഷയുണ്ട്, അതെല്ലാം പോയി, എല്ലാം കെട്ടിപ്പടുത്ത ഒരു വലിയ
എന്താണ് ഞാൻ പറയുന്നത്, എല്ലാ രീതിയിലും ഓഫീസ് മറ്റെല്ലാം ഒരു വലിയ സെറ്റപ്പ് ഉണ്ടാക്കിയത് മുഴുവൻ 4-5 കോടി രൂപയുടെ എല്ലാം പടുത്തുയർത്തിയൊക്കെ ഒരു ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ അതെല്ലാം പോയാലും ദൈവത്തിന് നിമിഷം കൊണ്ട് അതിന് തിരിച്ചു തരാൻ കഴിയും. അതൊരു നഷ്ടമല്ല. പഴയതിനെ പൊളിച്ചു കളയാതെ പുതിയത് പടുത്തുയർത്തുവാൻ ദൈവത്തിന് സാധ്യമെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവരും തള്ളിക്കളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറഞ്ഞു, ദൈവകൃപ ഇല്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ അനുഭവം കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ അതുകൊണ്ട് കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. ഇന്ന് എതിർത്തവരെയും കാണാനില്ല, പോയവരെയും കാണാനില്ല. ദൈവം അതിൻ്റെയൊക്കെ നടുവിൽ അത്യത്ഭുതകരമായിട്ട് നടത്തി പ്രവർത്തിച്ചു. അന്നുള്ളതിൻ്റെ എത്രയോ 1000 ഇരട്ടിയാണ് ഇന്ന് അതേ ദൈവം ഇപ്രകാരം ഒരു ശുശ്രൂഷ തന്നത്. കാരണം അന്ന് ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞ ഒരു പ്രാന്തപ്രദേശം അറിയപ്പെടുന്ന ഒരു കൊച്ചു ശുശ്രൂഷയാണ്. ഇന്ന് ആഗോള വ്യാപകമായിട്ട് അറിയപ്പെടുന്ന ഒരു അതിമഹത്തായ ശുശ്രൂഷയായിട്ട് വളരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഇതെല്ലാവരുടെയും അനുഭവമാണ്. പക്ഷേ കാത്തിരിക്കണം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ചു വരും. അതാണ് എൻ്റെ അനുഭവം. യെസ്, അടുത്ത ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് ചോദിക്കാമോ എന്ന് അറിഞ്ഞൂടെ, എന്നാലും ഞാൻ ചോദിച്ചാൽ. ഇവിടെ ഒരു ഗൈഡ് വന്നപ്പോൾ പറഞ്ഞതാണ്, മ്യൂസിയം സന്ദർശിക്കാൻ വന്നപ്പോൾ ഒരു ഗൈഡ് പറഞ്ഞതാണ്, അവിടെ തിരുനിവാസ് അവിടെ മുകളിൽ കാൽവരിയുടെ അവിടേക്ക് ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് പിശാചിൻ്റെ കുറേ ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പിശാച് അങ്ങോട്ട് അവർക്ക് വേണമെന്ന് പറഞ്ഞ് വലിക്കുമായിരുന്നു. അപ്പോൾ സാറ് അതിനെതിരായിട്ട് അവരെ തോൽപ്പിക്കാൻ കണക്കിനായിട്ട് തിരിച്ച് പിടിച്ചതാണ്. അപ്പോൾ ആ സാത്താനെ തോൽപ്പിച്ച ആ ഒരു അനുഭവം ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ സാത്താൻ ഞാൻ അറിഞ്ഞില്ല ഏത് കേടായത് പറഞ്ഞത് ഇത് കണ്ടുപിടിക്കണേ. ഇനി ആത്മീയ യാത്രയെന്ന് പറഞ്ഞ ഒരു യുദ്ധമാണ്. ഇതൊരു ആത്മീയ യുദ്ധമാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയോ ഒരു സമൂഹമോ എന്നും അവർക്ക് പോരാടാനുള്ളത് ആരോടാണ്? പിശാചിനോടാണ്. അവനുമായിട്ട് ഭയങ്കരമായ യുദ്ധമാണ്. അപ്പോൾ ഈ ദൈവവചനം പരിഭാഷപ്പെടുത്താൻ പോകുമ്പോൾ അവൻ്റെ യുദ്ധമാണ്. കാരണം അവരെല്ലാം അവനെ ആരാധിക്കുന്നവരാണ്. നമ്മൾ ഈ വചനം കൊടുത്ത് അവനെ വെട്ടും. അപ്പോൾ എപ്പോഴും ഒരു യുദ്ധമാണ്, അതിന് സംശയം വേണ്ട. അപ്പോൾ ഞാൻ ഈ ബൈബിൾ പരിഭാഷകൾക്കൊക്കെ പോകുന്നത് പട്ടണങ്ങളിലല്ല, കാടുകളിൽ ഈ ഗോത്രങ്ങൾ താമസിക്കുന്ന പ്രാകൃതമായ സ്ഥലത്ത് അവിടെയൊക്കെ ഇത് പ്രതികളുണ്ട്. പക്ഷേ നമ്മൾ ഈ പിശാചിനെ തോൽപ്പിക്കാന്ന് പറയുമ്പം ഉടനെ അവനെ കയറി ശാസിക്കരുത്. ഇതൊരു കൃപാവര ശുശ്രൂഷയാണ്. നാം ദൈവകൃപ പ്രാപിക്കണം, അധികാരം പ്രാപിക്കണം. ഓക്കെ, ഇവിടെ ഇത് ആദ്യമേ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതൊരു വല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ സാരം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ വന്നു കുറച്ച് ആശാരിമാർ ഇവിടെ വന്നെല്ലാം പണിതുകൊണ്ട് കിടക്കുകയാണ്. അവർ ടോപ്പ് ഫ്ലോറിൽ കിടക്കുകയാണ്. അപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ആളുണ്ട്. അപ്പോൾ രാത്രി അവർ കടന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര ബഹളം കേൾക്കുന്നു. മേളി അതിഭയങ്കര ബഹളം, ഓട്ടം ചാട്ടം ബഹളം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ആദ്യത്തെ ദിവസം അവർ ഒരുപാടൊക്കെ പിടിച്ചു കിടന്നു. രണ്ടാമത്തെ ദിവസവും നോക്കി. പിന്നെ വെളിയിലൊക്കെ രാത്രി പോകണമെങ്കിൽ പ്രശ്നമല്ലേ, പിന്നെ അതുകൊണ്ട് ഓരോ കുടമൊക്കെ വാങ്ങിച്ചോണ്ടാണ് മേളിൽ പോയി കിടക്കുന്നത്. മൂന്നാമത്തെ ദിവസം അവർ പറഞ്ഞു അവർ തിരിച്ചു പോവുകയാണെന്ന്. മനസ്സിലായി, ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് എന്നെ ഒന്ന് അറിയിക്കുന്നത്, ഇങ്ങനെ ഇവർക്കിവിടെ പറ്റത്തില്ല, കാരണം രാത്രി ഇവർക്ക് കിടക്കാൻ പറ്റിയില്ല. കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളമാണ്, ഓടുന്നു ചാടുന്നു, വലിയ ബഹളങ്ങളാണ് എന്ന് പറഞ്ഞു. എന്നോട് ഒന്ന് പറഞ്ഞു, അത് സാരമില്ല, നമ്മൾ കാണാനായിട്ടൊക്കെ ഓരോ ആൾക്കാരൊക്കെ വരുമ്പോൾ ചെറിയ ശബ്ദങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്തു നിന്ന് വന്ന ആശാരിമാരായിരുന്നു. സാരമില്ല, നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറയും ഒരു രാത്രി കൂടെ എനിക്ക് തരും, ഒരു രാത്രി. അപ്പോൾ ഞാനന്ന് വൈകിട്ട് രാത്രി ഇവിടെ വന്ന് അപ്പോൾ എനിക്കറിയാമല്ലോ കാണാൻ വന്നവർ എങ്ങനെ ഇവിടെ ഉണ്ടെന്ന്. അവർ ആ രീതിയിലേക്ക് വിട്ടു. സുഖമായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ പോയി. കാരണം ഇതൊരു നിരന്തരമായ പോരാട്ടമാണ്. ഇത് അവരെ മാത്രമല്ല, ഇവിടെ എത്രയോ പേര് എന്തെല്ലാം പൈശാചിക ബന്ധനങ്ങളാൽ വരുന്നു, ലോകത്തിൻ്റെ ഏതെല്ലാം രാജ്യങ്ങളിൽ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളല്ല, സാത്താനോടും അവൻ്റെ സർവ്വവിധ വർഗത്തോടുമാണ്. അതിനാണ് ഈ ഉപവാസ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് അവനെ വെട്ടുന്ന വാളാണ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകില്ല. നമ്മുടെ സഭകൾക്കും ക്രൈസ്തവ സമൂഹങ്ങൾക്കും ഇന്ന് ഉപവസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ കയറി എല്ലാത്തിനെയും തൂത്തുവാരി താഴെ അടിച്ച് വിടുക. സ്കേവായുടെ മക്കൾ എങ്ങനെ വരുന്നു അതുപോലെയാണ് വരുന്നത്. അതാ പ്രശ്നം. ഓളെ അടുത്ത ചോദ്യം, 3 ചോദ്യമാണല്ലോ. സാറിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ കേട്ടിട്ടുള്ളതാണ്, യേശു 2 പ്രാവശ്യം സ്പർശിക്കുന്ന ഒരു അനുഭവം സാറിന് ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, എങ്ങനെയായിരുന്നു ആ സ്പർശനം അനുഭവിച്ചത്? 2 പ്രാവശ്യം സ്പർശിച്ച അനുഭവം. അതായത് സ്പർശിക്കുന്ന യേശുവിനെ നേരിട്ട് ഞാൻ കണ്ട കാര്യമാണ് 2 പ്രാവശ്യം. ഒന്ന്, ആദ്യത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാതെ ഞാൻ ആയിരുന്ന ആത്മീയ ശുശ്രൂഷൻ്റെ ആത്മീയ പിതാവെന്ന് അക്കാലത്ത് ഞാൻ വിശേഷിപ്പിക്കും. ഇപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല.
ഒരു പിതാവ് ഒരിക്കലും മകൻ്റെ കഴുത്തറുത്ത് കൊല്ലുകയില്ല. ശ്രമിക്കുമോ? ഇല്ല. അപ്പോൾ അന്ന് ആ രീതിയിലായിരുന്നപ്പോൾ ഒരു കാരണമില്ലാതെ ആരാണ്ട് ഏഷണി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ഭാരപ്പെടുത്തുന്ന രീതിയിൽ പുള്ളിക്കാരൻ സംസാരിച്ചു. ഞാൻ ഒരിക്കലും അന്നും ഇന്നും അദ്ദേഹത്തിന് ഒരക്ഷരം ഞാൻ പറയുകയില്ല. കാരണം ആത്മീയ പിതാവായിരുന്നു. ഞാൻ ആ രീതിയിൽ കാണുന്നു. ഇതെല്ലാം എൻ്റെ നിന്ന് തട്ടിപ്പറിച്ച് എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഒരക്ഷരം ഞാൻ പറഞ്ഞിട്ടുമില്ല ഈ നിമിഷം വരെ. അപ്പോൾ ഞാനങ്ങനെ ഭാരപ്പെട്ട് കിടക്കുമ്പോഴാണ് രാവിലെ 9:30 മണിക്കാണ്. അന്ന് എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണ്. ഞാൻ ദുബായിൽ ജോലി ചെയ്യാണ്. അന്ന് രാജിക്ക് മോർണിംഗ് ഡ്യൂട്ടി പോയിരിക്കുന്നു. അപ്പോഴാണ് കർത്താവ് എനിക്ക് വളരെ ഭാരം തോന്നി. കാരണം ഞാൻ ഇന്നസെൻ്റാണ് ഈ കാര്യത്തിൽ. അന്ന് പാടിയ പാട്ടാണ്. അന്ന് എൻ്റെ അടുക്ക വന്ന് എന്നെ ഇങ്ങനെ കണ്ടു, എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ നീ ഭാരപ്പെടേണ്ട. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരമല്ല, കർത്താവിൻ്റെ ഒരു രൂപം. കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് കാണുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ശാന്തത, അത് നമ്മൾ എത്ര പറഞ്ഞാലും തീരുകയില്ല. അത്ര ഡീപ്പാണ്. എത്രയോ ദിവസങ്ങളായാലും ആ രൂപം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. അത് മുഴുവൻ നമ്മളെ അങ്ങ് പരിപൂർണമായിട്ട് അതിലെങ്കിൽ ഈ ചേർത്തക്ക രീതിയിലുണ്ട്. അന്ന് ഞാൻ പാടിയ പാട്ടാണ്. സ്നേഹസ്വരൂപനെ കണ്ടു ഞാനൻ, സ്നേഹസ്വരൂപനെ കണ്ടു ഞാൻ, എൻ്റെ കഷ്ടത്തിലും മഹാനഷ്ടത്തിലും, എൻ്റെ രോഗത്തിലും ദുഃഖത്തിലും, ചാരേ ചാരേ എൻ ചാരേ വരുമൻ, സുന്ദരരൂപനെ കണ്ടു ഞാനൻ, സുന്ദരരൂപനെ കണ്ടു ഞാൻ. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടതാണ്. ഞങ്ങൾ അമേരിക്കയിൽ പോയി. ദുബായിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി, പ്രതിസന്ധിയെല്ലാം ഉണ്ടായി. അമേരിക്കയിൽ ചെന്നു. അപ്പോഴവിടുത്തെ ആദ്യമേ അവർക്കൊക്കെ വലിയ വരണം എന്നൊക്കെ എപ്പോഴും പറയും. അവസാനം ഞങ്ങൾ അമേരിക്കയിൽ താമസിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രയാസമാണ്. കാരണം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിനുള്ളൊരു ജീവിതം, അച്ചടക്ക ജീവിതമാണ്. അവിടെ വിട്ടുവീഴ്ചയ്ക്കൊന്നും ഞാൻ തയ്യാറല്ല. അമേരിക്ക ആയാലും അന്റാർട്ടിക്ക ആയാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവർക്കൊന്നും അത് ഉൾക്കൊള്ളാനുള്ള പ്രശ്നം വളരെയുണ്ട്. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറേ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ പള്ളി ഭരണത്തിൻ്റെ കൂട്ട് ഉണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ആത്മീയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പള്ളി ഭരണത്തിൻ്റെ ശുശ്രൂഷയല്ല. കാരണം എന്നെക്കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ പള്ളി ഭരണമെന്ന് പറഞ്ഞാൽ അച്ഛൻ എല്ലാ മാസവും കാശ് കൊടുക്കണം, ഇവർ പറയുന്നതനുസരിക്കണം. ഞാൻ ആരുടെയും കാശ് വാങ്ങിച്ച് ചെയ്യുന്ന ശുശ്രൂഷ എൻ്റെ സ്വന്തം വോളണ്ടറി ശുശ്രൂഷയാണ്. അപ്പോൾ ആ രീതിയിൽ ആർക്കും ഒന്നും പറയുവാൻ സാധ്യമല്ല, ഞാൻ സമ്മതിക്കുകയുമില്ല. ദൈവത്തിന് ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. അപ്പോൾ ഇവരുടേത് പറയുമ്പോൾ ഈ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ വലിയ ആത്മീയ അനുഭവങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴേ പള്ളിയിൽ ഭരിക്കുന്ന പോലൊരു ഭരണം നടത്താവുന്ന ധാരണ വന്നു. ഞാൻ അതിനകത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ അവർ ആ രീതിയിൽ പറഞ്ഞെനിക്ക് വളരെ ഭാരമായി. എനിക്കൊരു ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടോ ഒന്നും എനിക്ക് പോകാൻ ഇഷ്ടമില്ല. അപ്പോൾ ആ രാത്രി ഞാൻ തീരുമാനിച്ചു മടങ്ങിപ്പോയി. ചെന്നിട്ട് 3 മാസം പോലും ആയിട്ടില്ല. ഞങ്ങൾ തിരിച്ചു പോകുക എന്ന് തീരുമാനിച്ച് ആ രാത്രിയിൽ വളരെ ഭാരപ്പെട്ടു. കാരണം എന്നോട് അങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. പക്ഷേ അവിടെ 1-2 പേര് മനഃപൂർവ്വമായിട്ട് സംസാരിച്ചു. അവർക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനായിട്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ഞാൻ തിരിച്ചു പോരാൻ തീരുമാനിച്ചു. കാരണം ദൈവം പറഞ്ഞിട്ട് അവിടെ പോയത്, ദൈവമാണ് അവിടെ അയച്ചത്. ഒരു ഡിബാക്കിൾ ഓൾറെഡി കഴിഞ്ഞു ദുബായിലേത്. പിന്നെ രണ്ടാമത് അവിടെ ചെല്ലുമ്പോൾ ഇതാ പ്രശ്നമെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ പ്രശ്നത്തിൽ ഞാൻ പോരുകയാണ്. ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ വെളുപ്പിന് ഇതുപോലെ 4 മണിക്ക് കർത്താവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ്, ഇനി എനിക്ക് പറ്റത്തില്ല. ഞാൻ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അഭിമുഖിക്കാൻ എനിക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഏകനായിപ്പോയി. അതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആര് പറയും നീ ഏകനാണെന്ന്? നീ ഏകനല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭാരപ്പെടണം, നീ എങ്ങും പോകണ്ട, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഒരു ചർച്ച വെക്കാനായിട്ടുള്ള എല്ലാ കാര്യവും ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ ഇവർ ഇത്രയും പേരെ തന്നവർ ഈ പണം മുഴുവൻ വിഡ്രോ ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ ഒരു ബാലൻസും ഇല്ല. നമ്മൾ ഉണ്ടാക്കിയ $185,000 അവിടെ പള്ളി വാങ്ങാനായിട്ട് വെച്ചിരുന്നത് ഇത് മുഴുവൻ ഇവർ വിഡ്രോ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ വന്നു. കർത്താവ് പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ആ രാത്രി 4 മണിക്ക് എഴുതിയ പാട്ടാണ്. ഏകനല്ല ഞാൻ, ഏകായിയല്ല ഞാൻ, കൂട്ടാളിയായി യേശു ഉള്ളതാൽ. ഏകനല്ല ഞാൻ, ഏകാകിയല്ല ഞാൻ, കൂട്ടാളിയായി യേശു ഉള്ളതാൽ. വരുമവൻ തരുമവൻ വൻ കൃപകൾ, വലങ്കരം പിടിച്ചെന്നെ നടത്തിടുന്നു. വരുമവൻ തരുമവൻ വൻ കൃപകൾ, വലങ്കരം പിടിച്ചെന്നെ നടത്തിടുന്നു. ഏകനല്ല ഞാൻ,
ഏകാകിയല്ല ഞാൻ കൂട്ടാളിയായി യേശു ഉള്ളതാൽ. ഞാൻ തിരിച്ചു പോകുന്നില്ല. കർത്താവിൻ്റെ വാക്ക് കേട്ടു. അവിടെ മനോഹരമായ ഒരു പള്ളി പണിതു. പിന്നെ ക്രിസ്ത്യൻ വോക്ക് ബൈബിൾ ഒരുപാട് ആക്ടിവിറ്റീസ് അമേരിക്കയിൽ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം മുഖാന്തരം ഒരുക്കി. അതാണ് ഇതാണ് രണ്ടാമത്തെ പ്രാവശ്യം. ഇതുപോലെ അമേരിക്കയിലും എല്ലാ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് അവർക്ക് രോഗം കണ്ടുപിടിക്കുവാൻ കഴിയാതെ വന്നു. തിരിച്ച് ലാസ്റ്റ് അവിടുത്തെ 5 സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് സ്പെഷ്യാലിറ്റീസ് പോയിട്ട് പറ്റിയില്ല. എന്തായാലും അവിടെ വന്നു ചെയ്തില്ല. പിന്നെ കോട്ടയ്ക്കൽ വന്നു. 3-ാമത്തെ ദിവസം വെളുപ്പിനെ ഇതുപോലെ തന്നെ കർത്താവ് വന്ന് എന്നെ സ്പർശിച്ചു. അന്ന് ഇതുപോലെ 3-ാമത്തെ പ്രാവശ്യം കൊണ്ട് അന്ന് പാട്ടെഴുതി. അന്ന് ഒരു CD യേശു സുഖസൗഖ്യദായകം എന്ന് പറഞ്ഞിട്ടുള്ള CD എഴുതിയാണ്. അത് 3-ാമത്തെ പ്രാവശ്യം കണ്ടു. 2-ാമത്തെ പ്രാവശ്യം ഈ 2 പ്രാവശ്യമാണ് സാറിന് അന്ന് ഇൻട്രഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളൂ. ഓൾറൈറ്റ്, ഓക്കെ. വേറെ ബ്ലസ്സി ടെൽ മീ. ഒന്നാമത് എനിക്ക് ചോദിക്കാനുള്ളത് ബൈബിൾ ട്രാൻസ്ലേഷൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ്. ലിപികളില്ലാത്ത മീൻസ് ഗോത്ര ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം ആ സമയത്ത് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? കാരണം ഇന്നും പലരും പുറം ലോകം അറിയാത്ത കുറേ ഗോത്ര സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞതും ട്രാൻസ്ലേഷനൊക്കെ നടത്തിയത്? ലിപികളില്ലാത്ത ഭാഷ ഒരുപാടുണ്ട്. സംസാര ഭാഷ ലോകത്തിലെ 7137 ഭാഷകളുണ്ട്. അതിൽ 100 കണക്കിന് ഭാഷകൾക്ക് ലിപികളില്ല. അപ്പോൾ ലിപികളില്ലാത്ത ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കി പരിഭാഷ നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ പ്രോസസ്സാണ്. ഒരു ഭാഷയ്ക്ക് ലിപി വ്യാകരണം ഇതെല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഗ്രാമറെല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും 15 തൊട്ട് 18 വർഷം വരെ എടുക്കും. അപ്പോഴത്തേക്ക് ഈ വിശ്വാസത്തിലേക്ക് വന്നവരൊക്കെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കും. പുതിയ തലമുറയ്ക്ക് അതിനോടുള്ള ആ രീതിയിലുള്ള ഒരു വ്യുൽപ്പത്തി ഉണ്ടാവുകയില്ല. അപ്പോൾ ട്രാൻസ്ലിറ്ററേഷനാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടുത്തെ ഓരോ സംസ്ഥാനത്ത് താമസിക്കുന്നവരും ആ സംസ്ഥാനത്തിൻ്റെ ഭാഷ പഠിച്ചിരിക്കണം. കേരളത്തിൽ ബംഗാളി വന്ന് താമസിച്ചിരുന്നാലും അവൻ മലയാളം പഠിച്ചിരിക്കണം. പഞ്ചാബി താമസിച്ചാലും മലയാളം പഠിച്ചിരിക്കണം. അപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഒരു പഞ്ചാബിക്ക് ലിപിയില്ലെങ്കിലും അവൻ മലയാളം അവൻ്റെ പഠിക്കാൻ നിർബന്ധിതനാണ്. അപ്പോൾ പഞ്ചാബി മലയാളത്തിൽ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ്റെ ഭാഷയിൽ വായിക്കുവാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രിൻസിപ്പിളിലാണ് ഏറ്റവും പെട്ടെന്ന് ദൈവവചനം നമുക്ക് ഓരോരുത്തർക്ക് കൊടുക്കുവാൻ കഴിയുന്നത്. ഭാരതത്തിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ അങ്ങനെയാണ് ദൈവവചനം പെട്ടെന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഒരു ഭാഷയ്ക്ക് ലിപികളുണ്ടാക്കി അതവരെ പഠിപ്പിക്കണമെങ്കിൽ 6-7 ഏജ് ഗ്രൂപ്പിന് ഇത് പഠിപ്പിക്കണം. പുതിയ ലിപി ഉണ്ടാക്കി ആർക്കാ ലിപി അറിയാവുന്നത്? അപ്പോൾ നാം ആ സമൂഹത്തിലെ 7-8 ഏജ് കാറ്റഗറി നമ്മളതിനെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. 1-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നവരുണ്ട്. അത് പ്രായമായിട്ട് 20-22 വയസ്സ്, 30 വയസ്സ്, 50 വയസ്സ്, 70 വയസ്സ്, ഇത്രയും പേരെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്കിത് വായിക്കാൻ പറ്റൂ. അല്ല ലിപി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിൻ്റെ വ്യാകരണം ഇതെല്ലാം അതൊരു വലിയ പ്രോജക്റ്റാണ്. പ്രത്യേകിച്ച് ഈ ഗോത്രവർഗത്തെ സംബന്ധിച്ച് അവർ ഇതുപോലെ നല്ല സിറ്റിയിൽ ഒന്നിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്നവരല്ല. ചിതറി അവിടെ എവിടെയായിട്ട് കിടക്കുന്നവരാണ്. ഇവരെ ഏകോപിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പരിഷ്കാരം വളരെ കുറവാണ്. വിദ്യാഭ്യാസമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്ക് ഇതുമായിട്ട് കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ ഒരു സംസ്ഥാനത്ത് ആയിരിക്കുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ഭാഷ ഇവരെല്ലാം പഠിച്ചാൽ മതിയാവും. മിനിമം 4-ാം ക്ലാസ് വരെയൊക്കെ പിള്ളേരെ കമ്പൽസറിയായിട്ട് വിട്ട് കൊണ്ടുപോകും. 4-ാം ക്ലാസ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പത്രം വായിക്കാൻ പറ്റും. ബൈബിളെന്ന് പറയുന്നത് പത്രഭാഷയാണ്. അപ്പോൾ നാം എന്താ ചെയ്യുന്നത് പറയുമ്പോൾ ഈ പത്രം വായിക്കാൻ കഴിവുള്ളവൻ എന്തോ വായിക്കാൻ പറ്റും. അപ്പോൾ ആ പ്രാദേശിക ഭാഷയിൽ നാം ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് അവരുടെ ലാംഗ്വേജ് അത് ഹൃദയ ഭാഷയാണ്. അപ്പോൾ അവർക്കത് അവരുടെ ഭാഷയിൽ അത് കേൾക്കുന്നത്. വായിക്കുന്നത് മലയാളമാണ്, പക്ഷേ കേൾക്കുന്നത് അവരുടെ ഭാഷയാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകമായ ടെക്നിക്കാണ് നാം പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗം, അതായത് ഒരു ലാംഗ്വേജിലേക്ക് കയറണമെങ്കിൽ 1.5 വർഷം അല്ലെങ്കിൽ മാക്സിമം 3 വർഷത്തിനുള്ളിൽ അവരുടെ കയ്യിൽ അത് നമുക്കൊരു സുവിശേഷമെങ്കിലും എത്തിക്കാൻ പറ്റും. യെസ്, വാട്ട് എൽസ്? അനേകരെ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് നല്ലൊരു സാക്ഷി ജീവിതം സാറിനുണ്ട്. കാരണം ധാരാളം ശുശ്രൂഷകൾ, ഇപ്പം ഗാനങ്ങൾ രചിക്കുന്നുണ്ട്, പിന്നെ രോഗ ശുശ്രൂഷ, പരിശുദ്ധാത്മ ചാരിറ്റി വർക്ക്സ്, അങ്ങനെ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊക്കെ സാറ് ശ്രദ്ധിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്കൊരു ആകാനായിട്ട് സാറിന് എങ്ങനെയൊക്കെ സാധിച്ചിരുന്നു? ഞാൻ മറ്റുള്ളവർക്കൊരു മാതൃകയാകാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എങ്ങനെയെങ്കിലും പ്രായോഗികമാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബ്ലസ്സി ഇങ്ങനെ ചെയ്യണം, അത് ബ്ലസ്സി വരുന്നുണ്ടതുകൊണ്ട് ഇന്ന് ഇങ്ങനെ വേണം എന്നൊരു ചിന്ത ഒരിക്കലും ഇല്ല. കാരണം മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. ഹൃദയത്തിൻ്റെ പരമാർത്ഥയാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിട്ടുള്ളത്. അപ്പോൾ ഓൾവേസ് അവർ തോട്ട്സ് ആൻഡ് അവർ ആക്ഷൻ ഷുഡ് ബി
ജസ്റ്റിഫൈഡ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ആലോചനകളും ചിന്തകളും സാധൂകരിക്കപ്പെടണം. അപ്പോൾ മനുഷ്യരെന്ത് ചിന്തിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറില്ല. ഐ ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് മീ. ആസ് ഫാർ ആസ് ഐ എം ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആൻഡ് ഐ ഡു വാട്ട് ദ ലോർഡ് വാണ്ട്സ്. ആൻഡ് സോ ദാറ്റ് വിൽ ലീഡ് യു ടു പെർഫെക്ഷൻ. മനസ്സിലായോ? ഇറ്റ് ഓട്ടോമാറ്റിക്കലി മേക്സ് യു എ റോൾ മോഡൽ ഫോർ സോ മെനി. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? ദാറ്റ് എക്സാക്ട്ലി ഇറ്റ് ഈസ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദൈവഹിതം ജീവിതത്തിൽ എപ്രകാരമാണ് തിരിച്ചറിഞ്ഞത്? കാരണം ദൈവശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞപ്പം ദൈവം ഇപ്രകാരമാണ് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എപ്രകാരമാണ് ഇങ്ങനൊരു ശുശ്രൂഷയിലേക്ക് വരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എപ്രകാരമാണ് എന്ന് തിരിച്ചറിഞ്ഞത്? അതെ, ഇത് ദൈവം നമുക്കൊരു അവസരമാണ് തരുന്നത്. ഒരിക്കലും ദൈവം നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് പറയുന്നില്ല. ബ്ലെസ്സിക്ക് 2 വർഷം 3 വർഷം മുമ്പ് ഇതുപോലെ ബൈബിൾ ക്രൗൺ പ്രശ്നോത്തരിയിൽ അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഓൾറൈറ്റ്, ബൈബിളിനെ കുറിച്ച് പഠിക്കാനും കൂടുതൽ പ്രവർത്തിക്കാനുള്ളൊരു വലിയ പ്രയോജനം അതിൽ നിന്നുണ്ടായി. ഇപ്പോൾ ഞാൻ 3 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് ഒട്ടും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല, അവിടെ തന്നെ നിൽക്കുന്നു. മനസ്സിലായോ? അതേസമയത്ത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കെങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് കയറി ഒരു 10 അടി അല്ലെങ്കിൽ 15 അടി മേപ്പോട്ട് ചാടി കയറാൻ ശ്രമിക്കും. ദൈവം നമുക്കൊരു അവസരം തരും. ആ അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. എന്നോട് ഒരിക്കലും മ്യൂസിയം ഉണ്ടാക്കാനോ ബൈബിൾ പരിഭാഷപ്പെടുത്താനോ പ്രസംഗിക്കണമെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിച്ചു, സമർപ്പിച്ചു, പരിശുദ്ധാത്മ ശക്തിയോടെ ഞങ്ങൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആവശ്യമായ കാര്യങ്ങൾ ഓരോരുത്തരത്ത് വരുമ്പോൾ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഈ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുകയില്ല. പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അതിന് സാമ്പത്തികമായ വലിയ ചിലവുകളുണ്ട്. അവർ സമ്പത്ത് ചിലവാകുമെന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ നടത്താൻ പറ്റില്ല. ഞങ്ങൾ സമ്പത്തെ നോക്കാറില്ല. അപ്പോൾ സമ്പത്ത്, ത്യാഗം, ഒരുപാട് കാര്യങ്ങൾ തിരിക്കാനുണ്ട്. ഞാൻ കുടുംബജീവൻ നയിക്കുന്ന വ്യക്തിയാണ്. അവരുടെ കാര്യങ്ങൾ നോക്കണം, മറ്റ് പല കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രാഥമിക ലോകപ്രകാരമായുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ ആത്മീയമായ ദർശനം കുറഞ്ഞു പോകും. അതിനെ തിരവൽഗണിച്ചുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട് നാം ദൈവമാണ് എന്നെ ഏൽപ്പിച്ചത്. ഇപ്പോൾ 8 പേരായിട്ട് ഞാൻ ആരംഭിച്ച ശുശ്രൂഷയാണ്. അത് 1 മാസം കഴിയുമ്പോൾ അത് 15 20 ആകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വരുന്നിടത്തല്ല. അപ്പോൾ രാത്രി പോകണം, പകൽ യാത്ര ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണം. ഈ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, ഓരോരുത്തരുടെ കോൾ വരും. അതിനൊക്കെ സമ്പൂർണ്ണമായി നമ്മൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അത് വളർത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സന്നദ്ധതയും നമ്മുടെ സമർപ്പണവുമാണ് നമ്മെ വളർത്തുന്നത്. നമ്മളിപ്പോൾ വന്നു പഠിച്ചു. ഇതെല്ലാവർക്കും ഒരു അവസരമായിരുന്നു ബൈബിൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആ വലിയ ദർശനം, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ പോക്കറ്റ് ബൈബിൾ ലീഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു പെൺകുട്ടി, ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് അത് ആരംഭിച്ചത്. വലിയ മഹത്തായ ഒരു ശുശ്രൂഷ വളർത്തുവാൻ കഴിഞ്ഞു. അപ്പോൾ നാം കർത്താവിന് വേണ്ടി ഒരു ചുവടെടുത്ത് വെക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി. എന്നോട് ദൈവം പറഞ്ഞിട്ടൊരു കാര്യം, നീ ഒരു ചുവട് എനിക്ക് വേണ്ടി എടുത്ത് വെച്ചാൽ ഞാൻ 2 ചുവട് നിനക്ക് വേണ്ടി വെക്കും. അപ്പോൾ എത്ര ചുവടായി? 3 ചുവടായി. ഒരൊറ്റ ചുവട് വെച്ചോളൂ. നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നു? ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പ്. ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പ് എന്നറിയോ? അതാണ് ദൈവത്തിൻ്റെ വേല. അപ്പോൾ ഇന്ന് അനേകർക്ക് അതിന് സാധ്യമല്ല. കാരണം നാം ആ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, റെസ്ട്രിക്ഷൻസ് ആവശ്യമുണ്ട്, ഒരുപാട് നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട്. ഇന്നത്തെ ലോകത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് മോഡികൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിള്, നമ്മുടെ റിലേറ്റീവ്സ്, അവരുടെയൊക്കെ മുൻപിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവരും വേണം. ഫ്രണ്ട്സ് വേണം, നമുക്ക് ബർത്ത്ഡേ പാർട്ടീസ് വേണം, നമുക്ക് സെലിബ്രേഷൻസ് വേണം, റിലേറ്റീവ്സ് വേണം. അങ്ങനെയൊക്കെ എല്ലാം വേണമെന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോകുന്നാരാ? കർത്താവ്. എന്നാൽ കർത്താവിനോട് കൂടെ നിൽക്കുമ്പോൾ ഇവരെല്ലാം അങ്ങ് അകന്നു പോകും. ഇവരെ നമ്മളെ ഉപേക്ഷിക്കും. പക്ഷേ ഭയപ്പെട്ട കാര്യമില്ല. എല്ലാവരും കാലം കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. പക്ഷെ അതുവരെ പിടിച്ചിരിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമുണ്ട്. അണ്ടർസ്റ്റാൻഡ് മീ? റൈറ്റ്. ആർ യു സാറ്റിസ്ഫൈഡ്? ഗുഡ്. യെസ്. സോ വാട്ട് അബൌട്ട് ബീന? പറയൂ. കിടപ്പ് രോഗി സഹായം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ സാർ ചെയ്യുന്നുണ്ടല്ലോ, അതിന് പ്രേരകമായ ഘടകം എന്തൊക്കെയാണ്? കിടപ്പ് രോഗി സഹായം എന്ന് പറയുമ്പോൾ കിടക്കാൻ വയ്യാത്തവർ കിടക്കുന്ന രോഗി സഹായമല്ല. ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ സ്തംഭിച്ച്, അതായത് ബെഡ് റിഡൻ ആയിട്ടുള്ളവർ, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അവരെ സഹായിക്കുവാൻ തക്കവണ്ണമുള്ള പരിശ്രമമുണ്ട്. അവർക്ക് ഭവനം വെച്ച് കൊടുക്കുക, അവർക്ക് കാലാകാലം ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുക. ഇപ്പം തന്നെ നമ്മളിവിടെ മദേഴ്സ് കിച്ചൻ എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. അത് കിടപ്പ് രോഗികൾ നല്ല ഭാഗ്യമായിട്ട് ചെറുതായിട്ട് നടക്കാനും, പക്ഷേ നിത്യജീവിതത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ക്ഷീണിച്ചവരാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് അവർക്ക് മുന്നേ വെച്ച് കൊടുക്കുകയാണ്. കാരണം അവർക്ക് വന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനോ ഒരു സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുകയല്ല. നമ്മൾ 10 പൊതി കൊണ്ടുവന്നിടത്ത് വെച്ചിട്ട് എല്ലാവരും വന്ന് കഴിക്കും, അങ്ങനെയല്ല. നമ്മളാ വീട് കണ്ടെത്തിക്കൊണ്ട്, കുറച്ച് വീടുകളേ ഉള്ളായിരിക്കും, പക്ഷേ എന്നും രാവിലെ ഇവിടുന്ന് അത് വണ്ടി, മദേഴ്സ് കിച്ചൻ്റെ വണ്ടി പോവും.
നമ്മൾ ആ വീട്ടിൽ സ്പെസിഫിക്കായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഈ കിടപ്പ് രോഗിയുടെ വസതി ചെന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഭക്ഷണം അവർക്ക് രാവിലെ എല്ലാ ദിവസവും കിട്ടിയിരിക്കും. അവർ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഉള്ള കിടപ്പ് രോഗികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇന്നത്തെ സമൂഹം അവഗണിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടപ്പ് രോഗികൾ നിസ്സഹായരാണ്. പലപ്പോഴും പക്ഷപാത രോഗം, സ്ട്രോക്കൊക്കെ വന്നിരിക്കുന്നവർക്ക് സംസാരിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ നമ്മൾ താഴെ ദരിദ്രരായിട്ടുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ കിടപ്പ് രോഗി വിട്ടിട്ട് വേണം അവർക്ക് പോകേണ്ടി വരുന്നത്. ജോലിക്ക് പോകണമെങ്കിൽ പിന്നെ ശുശ്രൂഷിക്കാൻ ആരുമില്ല. പക്ഷേങ്കിൽ അവർ ഉപജീവനത്തിനായിട്ട് ഭാര്യ മക്കളൊക്കെ ഉപജീവനത്തിന് പോകണം. അപ്പം ഈ രോഗി ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഈ കിടപ്പ് രോഗികളെ പോയി കാണുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. ഇച്ചിരി വെള്ളം കുടിക്കണമെങ്കിൽ അവർക്ക് പറയാൻ സാധ്യമല്ല, ശബ്ദമില്ല, എടുക്കാൻ കൈക്ക് സ്വാധീനമില്ല. ഒരിക്കലും കിടപ്പ് രോഗി എന്നോട് പറഞ്ഞു, എനിക്കിച്ചിരി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് അനങ്ങാൻ വയ്യ, ഞാൻ അതേ ഈ അവസ്ഥയിൽ കിടക്കുകയാണ്, എൻ്റെ കയ്യോ കാലം എനിക്ക് അനക്കാൻ സാധ്യമല്ല. അപ്പോൾ മുഖത്തോടൊരു പഴുതാര ഇറങ്ങിപ്പോയാലും ശരി അനങ്ങാൻ പറ്റത്തില്ല, ഇങ്ങനെ കിടക്കുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. വിളിക്കാൻ ആളില്ല, കാരണം വിളിക്കാൻ ശബ്ദമില്ല. അപ്പോൾ ഏറ്റവും ദാരുണമായിട്ട് അനുകമ്പ അറിയിക്കുന്ന ഒരു സമൂഹമാണ് ഈ കിടപ്പ് രോഗികൾ. നമ്മുടെ ഒരു വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ ആ കിടപ്പ് രോഗിയെ തിണ്ണയ്ക്കൊന്നും കൊണ്ട് കിടത്തില്ല, എവിടെയും ഒരു മൂലയ്ക്ക് ആരും കാണാത്തടത്തായിരിക്കും കൊണ്ടിടുന്നത്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഈ കിടപ്പ് രോഗി എന്ന് പറയുമ്പോൾ അവിടെ മലമൂത്ര വിസർജനമുണ്ട്, പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പുറമേ ഉള്ളത് വെക്കാൻ സാധ്യമല്ല. അപ്പോൾ ഏറ്റവും ദയ അറിയിക്കുന്ന, അനുകമ്പ അറിയിക്കുന്നതുമായിട്ട് ഒരു സമൂഹമാണ് കിടപ്പ് രോഗികൾ. അതിൻ്റെ എളിയ രീതിയിൽ നമ്മളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ 42 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക്, ഇങ്ങനെയുള്ളവർക്ക് നാം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിത് ആരംഭിച്ച പിന്നെ 9ാമത്തെ ആളാണ് കഴിഞ്ഞ ആഴ്ച മരിച്ചത്. പക്ഷേ ഞങ്ങൾക്കൊരു തൃപ്തിയുള്ളത് ഇവർ അത്രയും പേരും അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ തക്കവണ്ണം അത് ഞാൻ ചെയ്യുന്നു. മറ്റു കാര്യം ഇടയ്ക്കിടയ്ക്ക് വേറെ വല്ല ആവശ്യങ്ങൾ പറയുമ്പോൾ ഒരു ഫുൾ ഫ്രഷ് ആയിട്ടുള്ള കാര്യമല്ല ഇത്. കാരണം ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ രാജ്യം നടത്തുന്ന ശുശ്രൂഷയാണ്, വേറെ ആരുടെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ചില സം പീപ്പിൾ മേ സപ്പോർട്ട് വൺസ് എ വേ, അതുകൊണ്ടൊന്നും ഈ കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോൾ അത് അവരുടെ ഭവനത്തിൽ ചെന്ന് ഇവർ കഴിക്കുമെന്നുള്ള ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു വലിയ ഒരു അനുകമ്പ, ഇവർക്കകത്ത് വലിയ സന്തോഷമാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാനതിന് ഒരു ക്രമീകരണം അങ്ങനെ ചെയ്തിരിക്കും. മദേഴ്സ് കിച്ചൺ എന്നതിന് പറയുന്നത്. യെസ്. പിന്നെ നമ്മുടെ സഹോദരങ്ങൾ വിദേശത്ത്, ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള സഹോദരങ്ങൾക്ക് തീരെ സമയമില്ല. വിദേശത്തുനിന്ന് വരുന്നവർക്ക് ട്രെയിനിൽ ഞാൻ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ട്രെയിനിലെ മിസ്റ്റർ പ്രശാന്ത് എന്ന് പറയുന്ന എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹമാണ് അതിൻ്റെ ചുമതല വഹിച്ച് ഓരോരുത്തർക്കും കൊണ്ടുവന്ന് അഭിജിത്തുന്ന 2 പേരുണ്ട്. അവർ 2 പേരുമായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദേശത്തു നിന്ന് വരുന്നവർക്കൊക്കെ ഇത് കാണാനായിട്ട് അവർ കാണുമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മക്കൾക്കൊന്നും തരുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് കുവൈറ്റിൽ നിന്ന് വന്ന ഒരു ഫാമിലി, അതായത് അവർ കല്യാണം കഴിച്ചിട്ട് 16 വർഷമായിട്ട് അവർ കുഞ്ഞുങ്ങളില്ലായിരുന്നു. 16 വർഷം കുഞ്ഞുങ്ങളില്ലാതെ എന്നിട്ട് അവർ പ്രാർത്ഥിച്ച് എന്നോടൊപ്പം നിന്ന് അവർ കുഞ്ഞിനുണ്ടായി. അവരുടെ പേര് ബേസിൽ നിന്ന്. അപ്പോൾ ബേസിലുമായിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു അവരുടെ മാതാപിതാക്കന്മാരുടെ ആഗ്രഹം അവനീ നഗ്നമായ യാഥാർത്ഥ്യങ്ങളൊന്ന് കാണണം, എന്താ സഫറിങ്. അവനുമായിട്ട് ആ കുഞ്ഞുമായിട്ട് എല്ലായിടത്തും പോയി കഴിഞ്ഞപ്പോൾ റിയലി ഇത്രമാത്രം കഷ്ടവും വേദനയും ഒക്കെയുള്ളൊരു സാഹചര്യം അമേരിക്കയിൽ നിന്ന് വരുന്നവർ അവർ പോയി ഇവരെ ഒന്ന് കാണണം. അത് ഇവർക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇവരെ എല്ലാവരും പ്രാഗി എല്ലാവരും കിട്ടിട്ട് തിരിഞ്ഞു നോക്കുകയില്ല. അപ്പോൾ അവിടെ ചെന്ന് ഒരിച്ചിരി സ്നേഹം, വേറൊന്നും ചെയ്യുന്നില്ല, ഒരല്പ സ്നേഹം കൊടുക്കുക, ഈ ഭക്ഷണം കൊടുക്കുക. പക്ഷേ ഭക്ഷണം എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും കൊടുക്കും, പിന്നെ പ്രത്യേക നമ്മൾ ലഞ്ച് കൊടുക്കും. അങ്ങനെ ഇത് കുറച്ചുകൂടി വിപുലീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ പരിധിയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇത്ര ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 62 കിലോമീറ്ററിൽ ഇവിടെ ഈ ചുറ്റുപാടുകളിൽ ആര് വന്നാലും കൊടുക്കും, ആരും റെഫ്യൂസ് ചെയ്യത്തില്ല. പിന്നെ ഏത് കിടപ്പ് രോഗി വന്നാലും നമ്മൾ കഴിയുന്ന 3 പേർക്ക് ഭവനം നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മളത് കഴിയാവുന്നതത്ര, കാരണം കിടപ്പ് രോഗികളാണ് ഏറ്റവും അവഗണിക്കപ്പെടുന്നവർ. അതുപോലെ തന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ ഈ ഇവരെ പോയി ചെക്ക് ചെയ്യാനായിട്ട് ഒരു സംവിധാനം ഇവിടെ പ്രത്യേകമാണ്. കിരോസ എന്ന് പറഞ്ഞ വാഹനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് തുടങ്ങിയപ്പോഴാണ് ഇവിടെ നമ്മുടെ കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ ആർക്കും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നിർത്തി വെച്ചേക്കുക. എത്രയും വേഗം അത് ആരംഭിക്കാൻ പോവുകയാണ്. ഒരു മന്ത്ലി വൺസ് ഇവരെ പോയി സന്ദർശിച്ച്, ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പോയി നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ചെയ്യാം. എന്നാൽ ഇപ്പോഴും ഇവർ പോയി വരുമ്പോൾ ചിലർക്ക് തുണി വേണം, ചിലർക്ക് മരുന്ന് വേണം, അതൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മളിവിടുന്ന് സപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യെസ്, പറയും. സാറേ, സൗഖ്യദായക ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള നിയോഗങ്ങൾ എപ്രകാരമൊക്കെയാണ് ലഭിക്കുന്നത്? അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും അരുളപ്പാടുകൾ ദൈവത്തിൽ നിന്ന് ഉണ്ടാവാറുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിയോഗം എപ്രകാരമാണ് പ്രാപിക്കുന്നത്? സൗഖ്യദായക ശുശ്രൂഷ ഒരു കൃപാവരമാണ്. ഇതൊരു കൃപാവര ശുശ്രൂഷയാണ്. സൗഖ്യം നൽകുവാൻ, വിടുതലിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അന്ധാര ബന്ധനങ്ങളെ തകർക്കുവാൻ ഒരു കൃപാവരമാണ്. ഇറ്റ്സ് എൻ അതോറിറ്റി. അപ്പോൾ സൗഖ്യം നൽകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബട്ട് ദർ ഇസ് എൻ അതോറിറ്റി. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ നൽവരമാണ് സൗഖ്യം നൽകുവാൻ തക്കവണ്ണം. അപ്പോൾ ആ കൃപാവരമാണ് ഉപയോഗിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
പക്ഷേ ആ കൃപാവരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ പോരായ്മ എന്താണെന്ന് ആ വ്യക്തിക്ക് വേണ്ടി നാം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എന്നെ ദൈവം ബോധ്യപ്പെടുത്തുന്നത് അനുസരിക്കല്ല ബീന നാളെ പ്രാർത്ഥിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. ദൈവം ഓരോരുത്തർക്കും തൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് വിളിച്ചിരിക്കുന്നത്, വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഇടപെടുന്നത്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് നാളെ ബീന പോയി അവിടെ പ്രാർത്ഥിച്ച അനുഭവം ഉണ്ടായില്ലെങ്കിൽ ചോദിക്കാൻ സാധ്യമല്ല. അല്ലെ ബീനയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് അതുകൊണ്ട് എനിക്കത് ഉണ്ടാകണമെന്ന് പറയാൻ സാധ്യമല്ല. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ അവർക്ക് വേണ്ടതായ കൃപകളെന്ന് വെച്ചാൽ അത് നൽകിയാണ് ഇത് നടത്തുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ സൗഖ്യദായക ശുശ്രൂഷ നടത്തുമ്പോൾ അതൊരു അതോറിറ്റിയാണ്, അതൊരു വലിയ അനുഭവമാണ്. ആദ്യമേ ഞാൻ ഓരോരുത്തരെ കൈപിടിച്ച് പ്രാർത്ഥിക്കുന്ന ആദ്യകാലത്ത്, പിന്നെ അതൊരു വലിയ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഉപവാസ പ്രാർത്ഥനകളിൽ അവിടെ വെച്ച് അത് ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് ഉപവാസ പ്രാർത്ഥനകളാണ്. അവിടെ 100 കണക്കിന് ആളുകളാണ് സൗഖ്യം പ്രാപിക്കുന്നത്. യെസ്. വേർഡ് ടു വേൾഡ് ടെലിവിഷനിലൂടെ അനേകർ ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗങ്ങൾ, ബൈബിൾ ക്വിസ്. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് എപ്രകാരം പ്രയോജനപ്പെട്ടു എന്നുള്ള രീതിയിൽ പ്രതികരണങ്ങൾ ലഭിക്കാറുണ്ടോ? അത് അങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് അതൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്തെല്ലാം കാണിച്ചാലും എന്തെല്ലാം എടുത്താലും അനങ്ങയില്ല, നോ റെസ്പോൺസ് അറ്റ് ഓൾ. ഇവർ കാണുന്നുണ്ടെന്നുള്ളത് ഉറപ്പായിട്ട് അറിയാം. കാരണം നിസ്സംഗതയാണ്. ദൈവവേലയ്ക്ക് വേണ്ടി ഒന്ന് കോവിഡ് സമയത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം കോവിഡിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ശുശ്രൂഷ എത്രയോ പേര് നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റത്തില്ല നടത്തുവായിരുന്നു. നമുക്ക് കിട്ടിയ റെസ്പോൺസ് വളരെ വളരെ കുറവാണ്. നാം ഒരിക്കലും നമ്മുടെ ടെലിവിഷനിൽ കൂടി ഈ ചാനലിൽ കൂടെ ഒരു സാമ്പത്തിക സഹായം ഈ നിമിഷം വരെ ആവശ്യപ്പെട്ടിട്ടില്ല, ഏതെങ്കിലും സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ആൾക്കാർ ഒരു പക്ഷേ എന്തെങ്കിലും തരണമെന്ന് വിചാരിച്ചാണോ ഇല്ലെന്ന് അറിയില്ല, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് ചോദിക്കാം, എങ്ങനെയാണ് ബ്രദറെ ഇത് ആളുകൾ കാണുന്നത് അറിയുന്നത്? ഇവിടെ കാസർഗോഡ്, കണ്ണൂർ മുതലുള്ള അനേകർ മ്യൂസിയം കാണാൻ വരുമ്പോൾ അവർക്ക് നമ്മുടെ പ്രോഗ്രാം എല്ലാം കാണാപ്പാടം അറിയാം. അവരിതെല്ലാം റെഗുലറായിട്ട് കാണുന്നവരാണ്. അങ്ങനെ നമുക്കറിയാം. അപ്പം ഞാനൊക്കെ വിചാരിച്ചത് വെറുതെ നിർത്തിക്കളയാൻ, കാരണം ആരും കാണുന്നില്ലല്ലോ. പക്ഷേ ഇങ്ങനെ മുൻപോട്ട് വന്നപ്പോഴേക്കും എവിടെല്ലാം ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇതുണ്ട് ഇത് കാണുന്നതെന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ മലയാള സംസ്കാരത്തിൽ അങ്ങനെ റെസ്പോൺസ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇപ്പം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അമേരിക്കൻസ് റെസ്പോണ്ട് ചെയ്യും. ഇവിടെ നമ്മുടെ ആൾക്കാരൊന്നും നടക്കുന്നത് നടന്നോട്ടെ, നല്ലതാണ്, കുഴപ്പമില്ല. ബട്ട് നോട്ട് മോർ ദാൻ ദാറ്റ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പിന്നെ അല്ലെങ്കിൽ ഒരു സഭയുടെ ആകണം. സഭയുടെ ആണെങ്കിൽ ആ സഭയുടെ ആൾക്കാരെയൊക്കെ പമ്പ് ചെയ്ത് സഭയുടെ TV ആണെന്ന് പറഞ്ഞ് പ്രതികരണം ഉണ്ടാകും. പക്ഷേ ഇതൊരു എക്യുമെനിക്കൽ ചാനലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇവനെ പൊക്കേണ്ട കാര്യമല്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ വ്യത്യാസമുണ്ട്. എക്യുമെനിക്കലായിട്ട് ഒരു സഭയുടെയും വകയല്ല, എല്ലാ ക്രൈസ്തവ സഹോദരർക്കും ഒരുപോലെ കാണാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത് ഓരോ നാളും ആയിരങ്ങൾ അത് കാണുന്നു, വിദേശത്തും സ്വദേശത്തും എന്നുള്ളത് മറ്റ് രീതികളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. Right, so that brings us to the end of your question round. 4.5 marks each for all the 3. 4 പേർ അവരെല്ലാം വളരെ ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന ചോദ്യങ്ങളാണ് വ്യക്തിപരമായിട്ട് ചോദിച്ചത്. എനിക്ക് ആരുടെയും മാർക്ക് കുറയ്ക്കാനോ കൂട്ടാനോ ആഗ്രഹമില്ല. അത് നിമിത്തം ആർക്കും തോൽക്കുവാനോ ജയിക്കുവാനോ ഇടയാണ്ട് കൃത്യമായും കറക്റ്റായിട്ടുള്ള ആത്മീയമായ ശുശ്രൂഷയിലും ദൈവിക വേലയ്ക്കും അനുയോജ്യവും അനുസരണവുമായ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങളെ അഭിനന്ദിക്കുന്നു. അത് എൻ്റെ ഹൃദയത്തിൻ്റെ ആഘാതമാണ്, ഒന്നും മറച്ചു വെച്ചിട്ടില്ല, തുറന്നാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മത്സരത്തിൻ്റേതായിട്ടുള്ള നിബന്ധന എന്നുള്ള രീതിയിൽ ആണ് മാർക്ക് തരുന്നത്. അപ്പോൾ ആർക്കും ഒരു പരിക്കില്ലാതെ 4 മാർക്ക് എല്ലാവർക്കും. ഓൾ റൈറ്റ്, ഓക്കെ പ്ലീസ് അനൗൺസ് ദ വിന്നേഴ്സ്. The first prize goes to Mrs. Beena Joseph. Yes, first prize goes to Mrs. Beena Joseph with 20.5 marks. 20.5 marks. Yes. The second prize goes to Jinsi JV. Second prize goes to Jinsi JV, and then consolation prize for to Blessy Ziona. All right, that's the story. First prize goes to Beena Joseph. Second prize goes to Jinsi, and consolation for Blessy Ziona. Right. ദൈവകൃപയാൽ ഈ എപ്പിസോഡും സെമി ഫൈനൽ സ്റ്റേജ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.